നമുക്കിപ്പം ഇംതിയാസ് കരീം വനമേഖലയിൽ നിന്ന് തന്നെ വനാതിർത്തിൽ നിന്ന് ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ എങ്ങനെയും എല്ലായിടത്തേക്കും വോട്ടർമാരെ എത്തിക്കുക എന്ന ഒരു രീതിയാണ് പാർട്ടികൾക്കെല്ലാം ഉള്ളത്. കാരണം പരമാവധി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇംതിയാസ്, ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? എങ്ങനെയാണ് അവിടെ ആളുകൾ എത്തി തുടങ്ങിയോ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിച്ച് വോട്ടുകൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മുന്നണികളുടെയും ലക്ഷ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ കരുളായി പഞ്ചായത്തിലുള്ള നെടുങ്കരം ഫോറസ്റ്റ് ഡിപ്പോയുടെ ബൂത്തിലാണുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ചോലനായ്ക്കര വിഭാഗത്തിലടക്കം ഉൾപ്പെടുന്ന ആദിവാസി വിഭാഗത്തിലുള്ളവരാണ് ഇവിടെ വോട്ട് ചെയ്യാനായി എത്തുന്നത്. ഇവരുടെ കണക്ക് പ്രകാരം, വോട്ടർമാരുടെ കണക്ക് പ്രകാരം ഒരു 470ഓളം വോട്ടർമാർ ഇവിടെ എത്തി വോട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ രാവിലെ 6 മണിക്ക് തന്നെ കൃത്യമായി മോക്ക് പോളിംഗും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. പക്ഷേ ഇതുവരെ വോട്ടർമാരൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കുറെ കൂടെ കഴിഞ്ഞാൽ പക്ഷേ ആദ്യത്തെ വോട്ടർ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് വനമേഖലയായതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് മോക്ക് പോളിംഗിന്റെ വിഷ്വൽ എടുക്കാനുള്ള അവസരമൊന്നും വന്നപ്പോൾ തന്നെ ലഭിച്ചിരുന്നില്ല. കാരണം കുറെ കൂടെ സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഒരു ബൂത്ത് കൂടെയാണ് ഈ നെടുങ്കയത്തെ ബൂത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വനമേഖലയിൽ 3 ബൂത്തുകളാണ് നമുക്കുള്ളത്. അതിൽ ഒന്ന് ഈ നെടുങ്കയത്തെ ബൂത്തും, മറ്റൊന്ന് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനും, അതുപോലെ തന്നെ വൈക്കടവിലെ പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂൾ എന്നിങ്ങനെ 3 ബൂത്തുകളാണ് നമുക്ക് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വനമേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ എത്തേണ്ടത് പ്രധാനമായിട്ടും ആദിവാസി വോട്ടർമാർ തന്നെയാണ്. ഞാൻ നിൽക്കുന്ന നെടുങ്കയത്തേക്ക് ചോലനായ്ക്കർ ഗുഹകളിൽ താമസിക്കുന്ന ചോലനായ്ക്കർ ഉൾപ്പെടെയുള്ള വിഭാഗത്തിലുള്ള ആളുകളെത്തി വോട്ട് ചെയ്യുകയും ചെയ്യും. എന്തായാലും മോക്ക് പോളിംഗ് ഒക്കെ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു. ബൂത്ത് പൂർണ്ണ സജ്ജമാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ പൂർണ്ണമായൊരു ബസ് അടക്കം, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ്. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ആദിവാസി മേഖലകളിൽ നിന്ന് ആദ്യത്തെ വോട്ടർ എത്തി ഇവിടെ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതായത് തീർച്ചയായിട്ടും ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ, കാടിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപക്ഷെ വാഹന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അങ്ങനെ ഒരുപക്ഷെ പാർട്ടിയുടെ ആളുകളൊക്കെ എത്തി അവിടെ ചെന്ന് വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരം കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്തായാലും നെടുങ്കയത്തെ മഴ ഒരു പ്രശ്നമായിട്ട് അമലും അതേപോലെ രാഗനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. മഴ ഇനി വരും മണിക്കൂറുകളിൽ ശക്തമാവുകയാണെങ്കിൽ ആളുകൾ എത്താൻ അതൊരു വിലങ്ങതിരിയായി മാറുമോ? ശരിയാണ്. കാരണം മഴ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയും ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇത് കാട് വനമേഖലയായതുകൊണ്ട് തന്നെ ഇതൊരു റെയിൻ ഫോറസ്റ്റ് എന്നാണ് ഈ കാടിനെ അറിയപ്പെടുന്നത്. നെടുങ്കയത്തെ ഈ കാടിനെ അറിയപ്പെടുന്നത്. മഴയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആദിവാസി വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം മഴ അങ്ങനെ ഒരു പ്രശ്നമായി നിൽക്കുമോ എന്ന കാര്യത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും അവരെത്തി. ഏകദേശം എല്ലാ വോട്ടർമാരും അങ്ങനെ ആദിവാസി വോട്ടർമാർ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊന്നും ഈ നിലമ്പൂരിൽ ഉണ്ടാവാറില്ല. അവരൊക്കെ എത്തി വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ മറ്റു മേഖലകൾ, മറ്റു ബൂത്തുകളിലൊക്കെ ഈ മഴ ഒരു വില്ലനായി ശക്തമായ മഴയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഒരു പക്ഷേ പോവുകയാണെങ്കിൽ അത് പോളിംഗിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ട്. അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് ആവുമ്പോൾ പൊതുവെ നമ്മൾ എല്ലാ തവണയും കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പോളിംഗ് കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. 2021 ഒരു പക്ഷേ 75% പോളിംഗ് ഉണ്ടായ ഒരു മേഖലയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. എന്നാൽ 2016 ഏകദേശം ഇതേ ഒരു രീതിയിൽ തന്നെ 75-നും 80-നും ഒക്കെ ഇടക്ക് പോളിംഗ് വന്ന ഒരു മേഖലയാണ് നിലമ്പൂർ. പക്ഷെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചിത്രം? ഒരു 75 അതല്ലെങ്കിൽ 75-ന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാ മുന്നണികൾക്കും അത് പ്രതീക്ഷ തരുന്ന കാര്യമാണ്. പക്ഷേ 75-ന് താഴെയാണ് പോളിംഗ് പോകുന്നതെങ്കിൽ, അത് ഏത് മേഖലയിലാണ് പോളിംഗ് കുറവ് വരുന്നതെങ്കിൽ അതെല്ലാ മുന്നണികൾക്കും ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ്.